10-30 വർഷത്തെ ചരിത്രമാണ്. അതാണ് ഞാൻ പൊട്ടിക്കരഞ്ഞത്. കാരണം എൻ്റെ ജീവിതം തന്നെയാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. പലരും ട്രോൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ സിനിമയിലോ അല്ലെങ്കിൽ വിഷ്വലി ഞങ്ങൾ കൂട്ടായ്മ ഇല്ലെങ്കിലും ആഴ്ചയിൽ ഒരിക്കൽ വിളിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഏടാണ്. എൻ്റെ ജീവിതം തന്നെയാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. ഓരോ ആഴ്ചയും ഓരോ കാര്യങ്ങൾ പറയുമായിരുന്നു. ലാസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കോമഡി രേഖപ്പെടുത്താത്ത ഒരു കോമഡിയാണ്. കാരണം ഞാൻ ഔഷധ സസ്യങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് വീട്ടിൽ. അപ്പം എന്നോട് വിളിച്ച് ചോദിച്ചു, നീ ഔഷധ കൃഷികളൊക്കെ ചെയ്യുന്നുണ്ടല്ലേ? ആ, എന്തിനാണത്? അല്ല, ഞാൻ പറഞ്ഞു, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല. തലവേദനയോ വയറുവേദനയൊക്കെ വരികയാണെങ്കിൽ നമുക്കിതിട്ട് തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അസുഖം മാറി കിട്ടും. അപ്പം ഇതെങ്ങനെയാണ്? ഞാൻ പറഞ്ഞത്, അത് മേടിച്ച് ഒരു വളമൊക്കെ ഇട്ട് വളർത്തി 1-1.5 വർഷം കഴിയുമ്പോഴേക്കും 1.5 വർഷം കഴിയുമ്പോഴേ നിന്റെ വയറുവേദനയും പനിയൊക്കെ മാറ്റാൻ പറ്റുള്ളല്ലേ. അതിനും ഭേദം ഒരു മെഡിക്കൽ ഷോപ്പ് തുടങ്ങിയാൽ പോരെ, ഇന്ന് തന്നെ നിനക്ക് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞു. എന്തങ്ങോട്ട് എടുത്താലും തിരിച്ചിങ്ങോട്ട് പറയാനുള്ളൊരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ളൊരു ഹ്യൂമർ സെൻസ്. അതിനേക്കാൾ എന്നെ ദുഃഖിപ്പിച്ചത് മറ്റൊന്നുമല്ല, അടുത്ത ആഴ്ചയാണ് അമ്മയുടെ ജനറൽ ബോഡി. എനിക്ക് വേണ്ടിയിട്ട് ശക്തമായിട്ട് സംസാരിക്കാനുള്ള കാര്യങ്ങൾ അദ്ദേഹം നോട്ട് ചെയ്ത് വെച്ചിട്ട് വരാനിരിക്കുകയായിരുന്നു. എൻ്റെ ചിറകാണ് ഒടിഞ്ഞു പോയത്. അമ്മയിലെ പല മെമ്പേഴ്സിനോടും വിളിച്ചു വെച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം എനിക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ട് പ്രസിഡന്റിനോട് വരെ വിളിച്ച് പറഞ്ഞിരുന്നു. അതല്ല എൻ്റെ നഷ്ടമെന്ന് പറയുന്നത്. ഏത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചിട്ട് എന്താണ് പ്രശ്നം, അതിനൊരു 2 പേരുണ്ടായിരുന്നു. എനിക്ക് അതിനൊരു കൺക്ലൂഷൻ പറഞ്ഞു വരുന്നത്. ഒന്ന് സിദ്ദിഖായിരുന്നു, ഡയറക്ടർ സിദ്ദിഖ്, അദ്ദേഹം നഷ്ടപ്പെട്ടു പോയി. പിന്നീട് സലീം കുമാറാണ്. അപ്പോൾ ഞാൻ ആരോട് ചോദിക്കും? ഒരു ഡിസിഷൻ എന്ന് പറഞ്ഞിട്ട് ചോദിക്കാനുള്ള ഒരാളില്ലാതായി പോയി. ആ സലിയപ്പനെ അറിയാവുന്ന ആൾക്കാർ ഇവിടെയുണ്ട്, ഡയാന ഉൾപ്പെടെയുള്ളവർക്ക്. ഡയാനയുടെ കൂടെ ഞാൻ ചേരുമ്പോൾ ഞാനും സലീം കുമാറുമാണ് ഒരുമിച്ച് പോയത്. 10-30 വർഷത്തെ ചരിത്രമാണ്. അതാണ് ഞാൻ പൊട്ടിക്കരഞ്ഞത്. കാരണം എൻ്റെ ജീവിതം തന്നെയാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. പലരും ട്രോൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ പലരും എന്നെ സപ്പോർട്ട് ചെയ്തും പറഞ്ഞു, കരയാനെങ്കിലും ഒരു സ്വാതന്ത്ര്യം വേണ്ടേ? മാറി നിന്ന് കരയുന്നതാണ്. എനിക്കൊന്ന് പൊട്ടിക്കരയണ്ടേ? ഒരു സുഹൃത്തിനെ സ്നേഹിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് ബൈബിളിൽ പറയുന്നു. ഞാൻ അത്രയും സ്നേഹിച്ചിട്ടുണ്ട്, എന്നെ സ്നേഹിച്ചിട്ടുണ്ട്. ലാസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിലും ഞാൻ തന്നെയായിരുന്നു, എന്നെ തന്നെയാണ് വിളിച്ചത്. അദ്ദേഹമല്ല വിളിച്ചത്, വേറെ ഒരാളാണ് വിളിച്ചത്. പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, അറിഞ്ഞെത്തുന്നവരാടാ സുഹൃത്തുക്കൾ, പലരെയും വിളിച്ചിരുന്നു, വന്നിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ സലിയപ്പൻ എന്ന് പറയുന്ന ഒരാൾ ഞങ്ങളുടെയൊക്കെ ഹൃദയത്തിലുണ്ടാവും. കാരണം അത്രയും ഓർമ്മകൾ, പറയാൻ ഒരുപാട് കാര്യങ്ങൾ, തമാശകൾ മാത്രമേ ഓർക്കാനുള്ളൂ. ഒരുപാട് ഓർമ്മകളുണ്ട്. ഭൗതികമായിട്ട് ഹ്യൂമറിനെ എങ്ങനെ കാണണമെന്ന് കണ്ടുപിടിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹമാണ്. നമ്മൾ ചെയ്യുമ്പോൾ വെറും ഒരു തറ കോമഡി അല്ല, ഭൗതികമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു പഠിപ്പിച്ചത്. സലിയപ്പൻ എന്നും എൻ്റെ മനസ്സിലുണ്ടാവും. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ്. ഇൻഷാല്ലാ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.